ദിവസം മുഴുവൻ ഞാൻ തിരക്കിലായിരുന്നു. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അതായത് ഇന്ന് മൊത്തം ഞാൻ നല്ല തിരക്കിലായിരുന്നു. അതെങ്ങനെ നമ്മൾ പറയാം? ഐ ഹാവ് ബീൻ ബിസി ഓൾ ഡേ എന്ന് പറയാം. ഓക്കെ, ദിവസം മുഴുവൻ ഞാൻ തിരക്കിലായിരുന്നു. ഐ ഹാവ് ബീൻ ബിസി ഓൾ ഡേ. നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? ഹാവ് ബീൻ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഹാവ് എന്നുള്ളത് ഇവിടെ ഹാവും ഹാസും വരാം, ഹാസ് ബീൻ എന്നും വരാം, അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നും വരാം. പക്ഷേ പ്ലൂറൽ ആവുന്ന സമയത്ത് ഐ യു ദേവി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിലൊക്കെ നമ്മൾ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഷീ അല്ലെങ്കിൽ ഹീ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഹീ ഹാസ് ബീൻ എന്നൊക്കെയാണ് പറയുക. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. നിങ്ങൾ അസ്വസ്ഥനായിരുന്നു. ഇപ്പം നമ്മൾ ഒരാളെ കണ്ട് അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് അവരെ ഫേസ് കാണുമ്പോൾ നമുക്ക് അവരെ ഭയങ്കര ക്ഷീണത്തിൽ ഭയങ്കര അസ്വസ്ഥനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരെ കാണുമ്പോൾ. അപ്പം നമ്മൾ പറയാണ് നിങ്ങൾ അസ്വസ്ഥനായിരുന്നു. അതെങ്ങനെ നമുക്ക് പറയാം? യു ഹാവ് ബീൻ റെസ്റ്റ്ലെസ് എന്ന് പറയാം. അസ്വസ്ഥത എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് വേർഡ് ഏതാണ്? റെസ്റ്റ്ലെസ്. ഓക്കെ, യു ഹാവ് ബീൻ restless. Okay, you have been restless. So ഇവിടെയും you എന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ have എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്, have been എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെന്റൻസിൽ you എന്നുള്ളത് എന്താ? പ്ലൂറൽ ആണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ have been എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. സോ you have been restless. സോ അസ്വസ്ഥതക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിൽ എന്താ പറയാ? restless എന്ന് പറയാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ have been എന്ന് യൂസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഏതൊരു സെന്റൻസിലും പ്ലൂറൽ ആണെങ്കിൽ, ആ ഒരു സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ യു ദേ വി. ഓക്കെ, സോ ഇതിനൊക്കെ നമ്മൾ ഹാവ് ബീൻ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ പാസ്റ്റ് ടെൻസിലെ രണ്ട് സെൻറ്റൻസസ് നോക്കാം. ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? വി ഹാവ് പ്ലാൻഡ് ഫോർ എ ട്രിപ്പ്. സോ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? വി. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു, ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത്. സോ അതൊരു പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് പ്ലാൻഡ് എന്ന് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. പ്ലാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? പ്ലാൻഡ്. ഓക്കെ, സോ വി ഹാവ്, ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാം? വി ഹാവ് പ്ലാൻഡ് ഫോർ എ ട്രിപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം. അവർ അവരുടെ ജോലി പൂർത്തിയാക്കി. ഇതും പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. സോ അതെങ്ങനെ നമുക്ക് പറയാം? ദേ ഹാവ് completed their work. അവർക്ക് അവരുടെ ജോലി പൂർത്തിയാക്കി, കംപ്ലീറ്റ് ചെയ്തു. സോ അതെങ്ങനെ നമുക്ക് പറയാം? ഹാവ് കംപ്ലീറ്റഡ് എന്നാണ് വരിക. ഓക്കെ, സോ ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ബൈ.